ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് മോളുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിൻ്റെ വ്ളോഗാണ്. മോന് 8 മണിക്കും മോൾക്ക് 9 മണിക്കാണ് കേട്ടോ ക്ലാസ്. അപ്പോൾ മോളുടെ സ്കൂളിൽ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പാരൻസിനും അവിടെ ഫംഗ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ലീവ് എടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. ഇത് ഹോൾ വീറ്റ് ബ്രെഡാണ്. ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മോനെ 2:30 വരെ ഉള്ളൂ കേട്ടോ ക്ലാസ്. അപ്പോൾ നേരത്തെ വരുന്നതുകൊണ്ട് തന്നെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് വീട്ടിൽ വന്നിട്ടാണ്. സ്നാക്സ് ബോക്സിൽ ഞാൻ ഇതുപോലെ മാംഗോയും പിന്നെ കേക്കുമാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അവന് ഭക്ഷണമൊക്കെ കൊടുത്ത് ഒരു 7:50 ആയപ്പോഴേക്കും മോൻ പോയിട്ടുണ്ട്. മോള് സാധാരണ 10-11 മണിയൊക്കെ ആകുമ്പോഴാണ് എണീക്കാറ്. അങ്ങനെ കുറേ നേരം വിളിച്ചിട്ടാണ് അവൾ എണീറ്റത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുക ചെയ്തത്. ഇവിടുത്തെ A to Bയിൽ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. അതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. കുളിച്ച് കുട്ടപ്പി ആയിട്ടുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും ആരും പോസൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മോൾക്ക് 3.5 വയസ്സാണ് ആയിട്ടുള്ളത്. ഇപ്പം ചേർത്തിട്ടുള്ളത് നമ്മൾ പ്രീ KGയിലാണ്. ഇന്ന് പാരൻസ് സ്കൂളിലോട്ട് പോകണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെ തന്നെയാണ് ഇന്ന് മോൾ തിരിച്ചും വരുന്നത്. നെക്സ്റ്റ് ഡേ മുതലാണ് റെഗുലർ ആയിട്ടുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിന് അടുത്ത് തന്നെയാണ് ഈ പ്രീ സ്കൂൾ വരുന്നത്. 2 മിനിറ്റ് പോലും ഇല്ല കേട്ടോ നടക്കാനായിട്ട്. നമ്മൾ പോയ സമയത്ത് തന്നെ പാരൻസിൻ്റെ കൂടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മെയിനായിട്ട് നടക്കുന്നത് പൂജാ സെറമണിയാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഫംഗ്ഷന് പങ്കെടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ തന്നെ തിരിച്ചു വരുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഒട്ടും സമയം കളയാതെ വീട്ടിലോട്ട് വന്നു. പിന്നെ നമ്മൾ വീട്ടിലെത്തി യൂണിഫോമൊക്കെ മാറ്റി അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് നമ്മൾ നേരെ മോൻ്റെ സ്കൂളിലോട്ടാണ് കേട്ടോ പോയത്. ഷൂവിൻ്റെ അളവെടുക്കാനായിട്ടാണ് കേട്ടോ പോയത്. ഈ സമയം മോന് ഔട്ട്ഡോർ ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുട്ബോൾ കോർട്ടിലായിരുന്നു കേട്ടോ അവനുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് വന്ന് നമ്മൾ അളവൊക്കെ എടുത്തു. നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം.